കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. അതെ. ആ ഓക്കെ. എന്നാ വാ ആ, വയ്യ. ശരി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷമൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. നിനക്ക് കുടിക്കാൻ വല്ല എന്തെങ്കിലും എടുക്കട്ടെ? ഇല്ല വേണ്ട. വേണ്ടേ? ക്യാഷ് എത്ര അയച്ചെന്നു പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ ഓ, എണ്ണി നോക്കിക്കോ. നിനക്ക് ഉണ്ടി പരിപാടിയിൽ എന്തെങ്കിലും കമ്മീഷനൊക്കെ കിട്ടുന്നുണ്ടോ? കമ്മീഷൻ ഉണ്ട്. ഓക്കെ. ഒന്ന് എണ്ണി നോക്കണേ. ആ എന്നാന്നോ ഇതൊന്നും ഇല്ല. നിനക്കെല്ലാം വിശ്വാസം തന്നെ. ഈ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു. അതെ അതെ. ആൾക്ക് എന്താണ് ബിസിനസ്? ആ അവള് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിസിനസ് ആ, മാത്രം പൈസ 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 ഞാനിപ്പോ അത് ഈ മാസം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞത്, അതുകൊണ്ട് അതെ. ചോദിച്ചതാ. ആ ആ ആ, അതെ. അപ്പൊ എത്ര പോയിട്ടാണ്? പോയിട്ട് ഒരു 2-3 കൊല്ലങ്ങളൊക്കെ ആയി. 3 വർഷമായോ? അതെ അതെ. എങ്ങനെ സഹിക്കണ് 3 വർഷം? അങ്ങനെ പോകുന്നുണ്ടല്ലോ. എങ്ങനെ? ആദ്യത്തിനാണെങ്കിൽ കുറച്ച് സഹിക്കണം. ഗ്ലാമർ ആയിട്ടുണ്ട് കേട്ടോ. അതെ. അന്ന് വരുമ്പോ തന്നെ കുറച്ച് ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം. സീരിയസ് ആയിട്ട് വേണം. ആയിക്കോട്ടെ. ശരി. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വെള്ളം ഇവിടെ ആരും കിടക്കട്ടെ? ഇല്ല അപ്പൊ വീട്ടില്? ഇവിടെ ആരുമില്ല. നാം മാത്രമേ ഉള്ളൂ. തനിച്ച് താമസിക്കണോ? തനിച്ചായിരിക്കുന്നേ. അതെ. പേടിയാവില്ലേ? എന്തിനാ പേടി? അങ്ങനത്തെ ഒരു ഒറ്റയ്ക്ക് നിൽക്കാൻ? പേടിയില്ലല്ലോ. ഇല്ല. ഇല്ല. ശരി, നിനക്ക് കുടിക്കാൻ വല്ല എന്തെങ്കിലും എടുത്തിട്ട് വരട്ടെ കേട്ടോ. ആ വെയിറ്റ്. ദേ കാപ്പി കുടിക്കുന്ന. പിന്നെ പറയേ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനമ്മ ഉണ്ടോ? അനിയത്തി. എവിടെ വീട് എവിടെയാ? ഇവിടുന്ന് 10 കിലോമീറ്റർ ഉള്ളൂ. ആഹാ. അതെ. കുടിച്ചോ. ഇത് എത്ര കാലമായിട്ട്? ഓൾമോസ്റ്റ് ഒരു 3 വർഷമായി. ആ ആ ആ ആ. ശരി ശരി എന്നാ. പാർട്ട് ടൈം പോലെ ചെയ്യണോ? വേറെ ജോബ് ഉണ്ട്. അതെ. വിളിച്ചു പറഞ്ഞോ വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ. ആയിക്കോട്ടെ. ഈ ഉണ്ടി പരിപാടിയിൽ നിനക്ക് കമ്മീഷൻ എന്തെങ്കിലും കിട്ടാറുണ്ടോ? ആ കിട്ടാറുണ്ട്. കമ്മീഷൻ തരണ്ടേ? ഉണ്ട്. ആ ആ. ശരി ശരി. എങ്ങനെ ഒറ്റയ്ക്ക് സഹിക്കണം? ഒറ്റയ്ക്ക് അത് അങ്ങനെ ആയിപ്പോയില്ലേ. പുള്ളിക്കാരൻ പോയിട്ട് 3 കൊല്ലമായില്ലേ. അങ്ങനെ പോകുന്നുണ്ട്. ഒറ്റയ്ക്കാകുമ്പോ ഒരു ഇത് വരില്ലേ? പേടി വരില്ലേ? എന്ത് വരാനാ ഇവിടെ? പിള്ളേരില്ല? പിള്ളേരല്ല. പിള്ളേരാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? പുള്ളിക്കാരൻ അവിടെയല്ലേ. ഇത് പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും എന്തെങ്കിലുമൊക്കെ ആവോ? ഇല്ലല്ലോ. ശരിയാ. കുറിച്ച് പിന്നെ നീ കെട്ടിയൊന്നുമില്ലേ? ഇല്ല, കല്യാണം കല്യാണം കഴിഞ്ഞല്ലേ? ബാച്ചിലറാ. അതെ. ആ അതെന്താ ഇതുവരെ കെട്ടാത്ത? ഒന്നുമില്ല. അത് ശരി. പ്രായമായിരുന്നില്ലേ? പ്രായമൊക്കെ ആയി. കല്യാണ പ്രായം കഴിഞ്ഞു. പിന്നെന്താ കെട്ടണ്ടേ? കിട്ടണം. പിന്നെ പറയേ. എന്തേ? ആരെടുത്തും പറയൂ. ആരുടെ പറയാ എന്തല്ലേ? പറഞ്ഞോളൂ, കേൾക്കാം. പറയാലോ. പേടിയോടെ ഞാൻ അന്ന് വന്നപ്പോഴും എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്ത് പേടി? കേൾക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാലോ. പറഞ്ഞേ. എനിക്ക് മനസ്സിൽ ഭയങ്കര മോഹം തോന്നുന്നുണ്ട്. ആരുടെ മേത്താ? തന്റെ മേത്ത്. അതെ. സീരിയസ്ലി. അങ്ങനെയാണോ? സ്നേഹിക്കണത് തന്നെയാണോ ഇല്ല എന്റെ ശരീരത്തിനെയാണോ? എല്ലാം ഏ കൊണ്ടും. എല്ലാം കൊണ്ടും. എന്റെ ഭർത്താവിൻ്റെ എനിക്ക് ഇത്രമാത്രം സ്നേഹം കിട്ടിയില്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാൻ ഒരിക്കലും ഒന്നും അടുത്തും പറയില്ല. ഞാൻ ചെറുപ്പക്കാരനല്ലേ. അതെ. കൊള്ളാലോ. സീരിയസ്ലി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സീരിയസ്ലി. പിന്നെ നീ ഇത് മാത്രം ആഗ്രഹിച്ചിട്ട് പിന്നെ പുറത്ത് പോയി ആരെങ്കിലും പറയാതിരിക്കോ? കണ്ണടച്ച് വിശ്വസിക്കാം. സത്യം. അതൊന്നും വേണ്ട. വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? വിശ്വസിക്കാം. പിന്നെ നിനക്ക് കെട്ടൊന്നും വേണ്ടേ? കെട്ടിക്കഴിഞ്ഞാലോ? കിട്ടാനില്ല. കിട്ടുന്നില്ലെന്നോ? നീ ഉണ്ടല്ലോ. ആ അങ്ങനെ ആയിപ്പോയപ്പോ അത്രമാത്രം സ്നേഹം വെച്ചിട്ട് എന്താ ഇത്ര ദിവസമായിട്ട് പറയാത്തെ? അല്ല, ഇത്രമാത്രം സ്നേഹം വെച്ചിട്ട് എന്താ ഇതുവരെ പറയാത്തെ? ഇതിന് മാത്രം എന്ത് പേടിയാ? ഇപ്പം പേടിയില്ലേ? എന്തോ ധൈര്യം വന്ന പോലെ. അങ്ങനെയാണോ? എന്ത് ധൈര്യമാണത്? എന്തോ ഇന്ന് കണ്ടപ്പോ പ്രത്യേക ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അങ്ങനെയാണോ? നെഞ്ചിന്റെ ഉള്ളിൽ എന്തോ പിടക്കണ പോലെ. പഠിക്കണതാണോ? അവിടെ ഒന്നും കാണാനല്ലോ. പഠിക്കണതൊന്നും കാണാനല്ലോ. ധൈര്യത്തിലാണല്ലോ വർത്തനൊക്കെ. ഇവിടെ ചെവി വെച്ച കേൾക്കോ? ഇവിടെ കേൾക്കട്ടെ, നോക്കട്ടെ. ഒന്നും കേൾക്കുന്നൊന്നുമില്ലല്ലോ. വെറുതെ പറയാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നെ സ്നേഹിക്കാൻ ഇവിടെ ആരല്ലല്ലോ.
ഭർത്താവിന്റെ ഒരു സ്നേഹം ഇതുവരെ കിട്ടിയല്ല. നിന്നെ സ്നേഹിക്കാൻ അയാളുടെ ഞാനല്ലേ. ആ ഇപ്പൊ വിശ്വസിക്കാമല്ലേ. അതെ, അയാളത്തുനിന്ന് ഒരു സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അയാൾക്ക് ഏത് നേരം നോക്കിയാലും ചിന്ത പൈസ പൈസ പൈസ, ബിസിനസ്. അങ്ങനെയാണല്ലോ അവിടെ പോയിരിക്കുന്നത്. പൈസ മാത്രം ഉണ്ടായിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതമൊക്കെ. ഇത്ര കാലം എങ്ങനെ ഒറ്റയ്ക്ക് ആയി പോയില്ലേ എങ്ങനെ? ഇനി എന്താ? ഇനി താൻ ഉണ്ടെന്നല്ലേ പറയണേ. ഇപ്പൊ വിശ്വസിക്കാവോ? തീർച്ചയായിട്ടും. ഉറപ്പാ? തീർച്ചയായിട്ടും. അതെ, ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, വിശ്വസിക്കാം കേട്ടോ. പിടിച്ചേ, എല്ലാം കുടിക്കേ. എന്താ നീ ഇത് ആരോടെങ്കിലും പറയോ? ഇല്ലേ? പറയും.